ഹലോ, ഹായ്. ഈ ഒരു മരത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളൊന്നുമല്ല കേട്ടോ. കാരണം നമ്മളീ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. പിന്നെ മിഷ്യൻ വാൾ വെച്ചിട്ടുള്ള കളിയും അതുപോലെ തന്നെ അത് പൊക്കി വണ്ടിയിൽ കയറ്റുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടും പറഞ്ഞുള്ള അറിവുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഉപ്പ പണിയെടുക്കുന്ന മരത്തിൻ്റെ പണിയാണ്. അപ്പം ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒപ്പം മരം മുറിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഉപ്പാൻ്റെ പല സമയത്തും പല ആക്സിഡൻസും മരത്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ ഉപ്പാക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം കാലിൽ മരം വീണിട്ട് കാല് പൊട്ടിയിട്ടുണ്ട്. ഒരു 1.5-2 മാസത്തോളം അങ്ങനെ കിടന്നിട്ടുണ്ട്. പിന്നെ മിഷ്യൻ വാൾ വെച്ചിട്ട് കാല് ചെയിന് കഴിഞ്ഞ് റിട്ടേൺ അടിച്ചിട്ട് കാലിൻ്റെ പുറോടി മുറിഞ്ഞിട്ട് ഒരു 2 മാസത്തോളം അങ്ങനെ തന്നെ 10-18 തുന്നും അങ്ങനെയൊക്കെ ആയിട്ട് 2 മാസത്തോളം അങ്ങനെ റെസ്റ്റായിട്ടുണ്ട്. അപ്പം ഒരുപാട് അപകടം പിടിച്ചൊരു പണിയാണ് ഈ മരത്തിൻ്റെ പണി എന്ന് പറയുന്നത്. എന്നാലും നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ പോറ്റാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കാതെ പണിയെടുക്കുന്നത് ഈ മരത്തിൻ്റെ പണി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി മരത്തിൻ്റെ പണി തന്നെയാണ് കേട്ടോ, ഞാൻ പറയും. കാരണം എൻ്റെ ഉപ്പ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് ഡെയിലി. ഇപ്പം കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഉപ്പാൻ്റെ കാലിൽ മരം വീണിട്ട് ചെറുവിരൽ ചതുങ്ങിയിട്ട് ഇപ്പോഴും കാല് റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. വിരലിന് വേദന ഉണ്ട്. അപ്പം എന്താ പറയുക, ഡെയിലി എത്ര ശ്രദ്ധ ഉണ്ടായാലും അത് ആ ഒരു ജോലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ്. ഇങ്ങനെ മരമൊക്കെ കയറ്റിയിട്ട് ഒരുപാട് പേര് കൂടിയിട്ട് ഇങ്ങനെ മരമൊക്കെ കയറ്റിയിട്ട് വണ്ടിയിലൊക്കെ കയറ്റുന്നതൊക്കെ കാണുമ്പം പേടി തോന്നും. കാരണം ഒരാൾക്കൊരു ശ്രദ്ധ മാറിപ്പോയാൽ മതി, എല്ലാവർക്കും ആക്സിഡൻറ്റ് പറ്റും. അതും വല്ലാത്തൊരു എന്താ പറയുക, എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കും വലിയൊരു ആക്സിഡൻറ്റ് ഒന്നും ആർക്കും പറ്റാത്തത്. ഇത്രയും ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്നവർക്ക് നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന കൈമാറുക കേട്ടോ. അത്രമാത്രമേ പറയാനുള്ളൂ. എൻ്റെ ഉപ്പ ഉൾപ്പെടെ പലരും ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ പലരുടെയും ഉപ്പയും ബ്രദേഴ്സും ഒക്കെ